ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ വയറിംഗ് ഉണ്ട്, കൺസീൽഡ് വയറിംഗ് ഉണ്ട്. കൺസീൽഡ് വയറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺസീൽഡ് ആയിട്ട് പൈപ്പ് പോകുമ്പോൾ നമുക്ക് ജംഗ്ഷൻ ബോക്സുകൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. അതായത് ചില ലൈറ്റ് പോകുന്ന പൈപ്പ് പോകുന്ന ഏരിയകളിൽ നമുക്ക് ലൈറ്റിൻ്റെ ഓപ്ഷനോ ഫാനിൽ കണക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാൽ ഫാൻസ് ലൈറ്റ് കൊടുക്കാനോ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ പൈപ്പിൽ ഡ്രിൽ ചെയ്ത് കയറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വയറിൻ്റെ നമ്മൾ വയർ വലിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ജംഗ്ഷൻ ബോക്സുകളും അത്യാവശ്യമാണ്. അതൊരു വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് ജംഗ്ഷൻ ബോക്സുകളാണ് 4 PVC ബോക്സുകളാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഭിത്തി ഇതുപോലെ തന്നെ കൺസീൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കൊരു ലൈറ്റ് പോയിന്റ് വരുന്നുണ്ട്. പൈപ്പ് പോകുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ജംഗ്ഷൻ ബോക്സ് കൊടുത്തു. അതായത് 4 PVC ബോക്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ പൈപ്പ് നമ്മൾ കൊടുക്കും. പൈപ്പുകളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ അതിലൂടെ ഒരു ജംഗ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന പൈപ്പുകൾ ഒന്നിച്ച് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് എല്ലാം കൂടി ഒന്നിച്ചാക്കിയതിന് ശേഷം, അതായത് എല്ലാം കൂടി എന്ന് ഉദ്ദേശിച്ച ആ പൈപ്പിൽ കൊള്ളാവുന്ന ഒരു നോർമൽ വയറുകൾ, ഒരു 3/4 ഭാഗം മാത്രമേ കയറാവുന്ന ഒരു രീതിയിലുള്ള വയറുകൾ കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന പൈപ്പുകളിലൂടെ നമുക്ക് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് ആ സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നു. അപ്പോൾ ഏകദേശം ഒരു 2-3 മാക്സിമം പോയി കഴിഞ്ഞാൽ 3 ബെൻഡ് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഏരിയകളെല്ലാം തന്നെ നമ്മൾ ഇതേപോലെ തന്നെ PVC ബോക്സ് ജംഗ്ഷൻ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ബെൻഡിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് നമുക്ക് വയർ വലിക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ 3 ബെൻഡൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സ്പ്രിങ് തള്ളി, അതായത് പുള്ളർ ഉപയോഗിച്ച് തള്ളി സിമ്പിളായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ പൈപ്പ് പോകുന്ന ഏരിയകളിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിൽ ഡ്രില്ല് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ജംഗ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ വരുന്ന പോയിൻറ്റ് ഫാൻസ് ലൈറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഈ ജംഗ്ഷൻ്റെ മുകളിൽ വയ്ക്കുന്ന 4 അല്ലെങ്കിൽ PVC ബോക്സിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഷീറ്റ് ഉണ്ട്, അതിൽ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ജംഗ്ഷൻ ഉപയോഗിക്കാതെ PVC ജംഗ്ഷൻ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ 4 PVC ാണെങ്കിൽ വൺ സൈഡ് 1 ഇഞ്ച് പൈപ്പ്, അതായത് 25 mm പൈപ്പ് നമുക്ക് വൺ സൈഡ് കൊടുക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ 6/4 വരുന്നുണ്ട്. അത് പല നമ്മുടെ അളവുകൾ എത്രയാണോ 8/4 വരുന്നുണ്ട്, 8/6 വരുന്നുണ്ട്, അങ്ങനെ പല അളവുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 4x4 സാധാരണ യൂസ് ചെയ്യുന്നത്. ഓവർ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ ഓവറായിട്ട് വൃത്തിയുടെ കാര്യങ്ങൾ എന്നാൽ ചുമരിനില്ലാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജംഗ്ഷൻ ബോക്സുകൾ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഡക്ഷൻ കറണ്ട് നമുക്കിതുപോലെ തന്നെ പൈപ്പിലൂടെ വയർ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഇൻഡക്ഷൻ കറണ്ട് ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ജംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിൻ്റെ എണ്ണം കൂട്ടി ഇതെല്ലാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ അതായത് ജംഗ്ഷന് വേണ്ടിയിട്ട് 4 PVC ബോക്സ് ഉപയോഗിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time